പണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, 1 കൊരിന്ത്യർ 13 അധ്യായം മുഴുവൻ ആരാണോ കാണാതെ പഠിച്ചു പറയുന്നത് അവർക്ക് ടീച്ചർ അടുത്ത ആഴ്ച വരുമ്പോൾ സമ്മാനം കൊണ്ടു തരുന്നത്. 5ലും 6ലും പഠിക്കുന്ന ഞങ്ങൾക്ക് സമ്മാനം എന്ന് കേട്ടപ്പോൾ ഞങ്ങളിൽ മിക്കവരും ആ അധ്യായം കാണാതെ പഠിക്കാൻ ശ്രമിച്ച് ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അന്ന് സമ്മാനത്തിന് വേണ്ടിയിട്ട് കാണാതെ പഠിച്ചതാണെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതായി. എനിക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാലോ ഒരകൽച്ച തോന്നിയാലോ ഞാൻ ഈ വാക്യങ്ങൾ വായിക്കാൻ തുടങ്ങി. പിന്നീട് എന്നും എൻ്റെ ജീവിതത്തിൽ ഈ അധ്യായം വളരെ സ്പെഷ്യലാണ്. 1 കൊരിന്ത്യർ 13 അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുറിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെടേണ്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ.